السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തൻ്റെ നേതാവും മാർഗദർശിയുമായ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങളും സുന്നത്തുകളും അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തനായ ദാസൻ്റെ എളിമയെയും വിനയത്തെയും കുറിച്ചുള്ള സംഭവങ്ങളും സ്വന്തം അനുയായികളോട് ഇതേ എളിമയും വിനയവും സ്വീകരിക്കാൻ ഉപദേശിക്കുന്നതിനെക്കുറിച്ചും ഞാൻ ഇന്ന് സംസാരിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ എളിമയുടെ ഉന്നതമായ നിലവാരം കണ്ട് അള്ളാഹു തന്നെ അതിനുള്ള സാക്ഷ്യപത്രം ഇൽഹാമിലൂടെ നൽകി. 1907 മാർച്ച് 28 ഇപ്രകാരം ഇൽഹാമുണ്ടായി: നിന്റെ എളിമ നിറഞ്ഞ വഴികൾ അവന് ഇഷ്ടപ്പെട്ടു. ഹദ്രത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു: ഈ വിനീതൻ്റെ എളിമ, വിനയം, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ, ത്യാഗം, തെളിവുകൾ, ആത്മീയ ശോഭകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മസീഹിൻ്റെ ആദ്യകാല ജീവിതത്തിൻ്റെ മാതൃകയാണെന്നും ഈ വിനീതൻ്റെയും മസീഹിൻ്റെയും പ്രകൃതം തമ്മിൽ വലിയ സാമ്യമുണ്ടെന്നും എനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു രത്നത്തിൻ്റെ 2 കഷണങ്ങളോ ഒരു മരത്തിൻ്റെ 2 പഴങ്ങളോ പോലെയാണത്. അത്രമേൽ തീവ്രമായ ഐക്യമാണുള്ളത്. ആത്മീയ കാഴ്ചയിൽ, കശ്ഫിൽ വളരെ നേർത്ത വ്യത്യാസം മാത്രമേയുള്ളൂ. ബാഹ്യമായും ഒരു സാമ്യമുണ്ട്. അതെന്തെന്നാൽ മസീഹ് ഒരു പൂർണ്ണനും ഉന്നതനുമായ നബിയുടെ, അതായത് മൂസായുടെ അനുയായിയും ദീനിൻ്റെ സേവകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഞ്ചീൽ തൗറാത്തിൻ്റെ ശാഖയായിരുന്നു. ഈ വിനീതനും നബിമാരുടെയെല്ലാം നേതാവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഉന്നതനായ നബിയുടെ ഏറ്റവും താഴ്ന്ന ദാസന്മാരിൽപ്പെട്ടവനാണ്. ഒരിക്കൽ ഒരു വ്യക്തി ഹദ്രത്ത് അഖ്ദസിൻ്റെ സേവനത്തിൽ ഹാജരായി ഇപ്രകാരം ബോധിപ്പിച്ചു: ഹദ്രത്ത് തൻ്റെ അവസാന കാലത്ത് എഴുതിയ ഹഖീഖത്തുൽ വഹി എന്ന പുസ്തകം രചിക്കുന്നതിലും അതിൻ്റെ പ്രൂഫുകൾ ആവർത്തിച്ച് പരിശോധിക്കുന്നതിലും വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഹസ്രത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം പൂർണ്ണമായും വിശ്രമിക്കണമെന്നും എഴുത്തും വായനയും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അപേക്ഷിക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടി നൽകി: നമ്മുടെ അധ്വാനമൊക്കെ എന്ത്? അള്ളാഹുവിൻ്റെ പാതയിൽ തങ്ങളുടെ ശിരസ്സുകൾ പോലും സന്തോഷത്തോടെ സമർപ്പിച്ച സഹാബാക്കളുടെ റളിയല്ലാഹു അൻഹും ത്യാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു. മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു: ബുദ്ധിശൂന്യരായവർ വിമർശിക്കുന്നു, ഞാൻ എൻ്റെ പദവികളെ പരിധി വിട്ട് ഉയർത്തുന്നു എന്ന്. അതായത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പദവി വെറുതെ ഉയർത്തിക്കാട്ടുകയാണ് എന്ന്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രശംസ ആഗ്രഹിക്കുന്നവനോ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നവനോ അല്ല. ഞാൻ എപ്പോഴും എളിമയുടെയും അജ്ഞാത ജീവിതത്തിൻ്റെയും പാതയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്.
എന്നാൽ അള്ളാഹു എന്നെ പുറത്തു കൊണ്ടുവരികയും എന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ട തൻ്റെ വചനങ്ങളിൽ എൻ്റെ മഹിമയും മഹത്വവും അവൻ തന്നെ വിവരിക്കുകയും ചെയ്തു എന്നത് എൻ്റെ അധികാരത്തിലോ കഴിവിലോ ഉള്ള കാര്യമല്ല. അവിടുന്ന് പറഞ്ഞു, ഈ എല്ലാ സ്തുതികളും ഈ മഹത്വപ്പെടുത്തലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കുള്ളതാണ്. നവ മുസ്ലിങ്ങളെയും ഇസ്ലാമിൻ്റെ എളിമയും ലളിത ജീവിതവും പഠിക്കാൻ അവിടുന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. 1903 ഒക്ടോബർ 22 മുഹമ്മദ് അബ്ദുൽ ഹക്ക് എന്ന ഓസ്ട്രേലിയൻ നവ മുസ്ലിം ഹദ്റത്ത് അഖ്ദസിൻ്റെ സേവനത്തിൽ ഹാജരായപ്പോൾ സംഭാഷണത്തിനിടയിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ തത്വങ്ങളിലൊന്ന് നാം ലളിതമായ ജീവിതം നയിക്കുന്നു എന്നതാണ്. ഇന്നത്തെ യൂറോപ്പ് ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറ്റിയ ആഡംബരങ്ങളിൽ നിന്നും ഞങ്ങളുടെ സദസ്സ് മുക്തമാണ്. ആചാരങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടിമകളല്ല ഞങ്ങൾ. ഒരു കാര്യം ഒഴിവാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമോ പാപമോ സംഭവിക്കുന്നുവെന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞങ്ങൾ ആചാരങ്ങൾ പാലിക്കാറുള്ളൂ. പാപം സംഭവിക്കാതിരിക്കാനും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുന്നു. ബാക്കി ഭക്ഷണത്തിലും പാനീയത്തിലും ഇരിപ്പിലും നടപ്പിലും ഞങ്ങൾ ലളിതമായ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത്. ഇത്തരം എളിമയുടെ ഉന്നത നിലവാരങ്ങൾ തൻ്റെ അനുയായികളിലും ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനാൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നു, എളിമ ശീലിക്കണം. എളിമ പഠിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് പഠിക്കാൻ എന്താണുള്ളത്? മനുഷ്യൻ സ്വയം തന്നെ എളിമയുള്ളവനാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ എളിമയ്ക്ക് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഹങ്കാരം തുടങ്ങിയവയെല്ലാം കൃത്രിമമായ കാര്യങ്ങളാണ്. ആ കൃത്രിമത്വം നീക്കം ചെയ്താൽ അവൻ്റെ പ്രകൃതി എളിമ മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനുള്ള മാർഗം ഇതാണ്. എളിമ ശീലിക്കാൻ ഉപദേശിച്ചുകൊണ്ട് ഒരിക്കൽ അദ്ദേഹം പ്രകാരം പറഞ്ഞു, തങ്ങളെ തന്നെ ഏറ്റവും നിസ്സാരവും ചെറിയൊരുമായി കരുതുകയും ലജ്ജയോടെ സംസാരിക്കുകയും ദരിദ്രരെയും അഗതികളെയും ബഹുമാനിക്കുകയും എളിമയുള്ളവരോട് ആദരവോടെ പെരുമാറുകയും ഒരിക്കലും കുസൃതിയാലോ അഹങ്കാരത്താലോ പരിഹസിക്കാതിരിക്കുന്നവരും തങ്ങളുടെ ഉദാരമായ രക്ഷിതാവിനെ ഓർക്കുകയും ഭൂമിയിൽ വിനയത്തോടെ നടക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിനാൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇക്കൂട്ടർക്കാണ് മോക്ഷം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. കുസൃതി, അഹങ്കാരം, സ്വയം പ്രശംസ, ഗർവ്, ഭൗതികതയിൽ മുഴുകൽ, അത്യാഗ്രഹം, ദുർവൃത്തി എന്നീ നരകങ്ങളിൽ നിന്ന് ഈ ലോകത്ത് വെച്ച് രക്ഷപ്പെടാത്തവർ മരണാനന്തര ലോകത്തും ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അതായത് ഈ ലോകത്ത് ചെയ്യുന്ന സൽപ്രവർത്തികൾ മാത്രമാണ് അടുത്ത ലോകത്തും ഉപകരിക്കുക. അദ്ദേഹം തുടർന്നും, ഈ സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന വാക്കുകൾ ഞാൻ എവിടെ നിന്ന് കണ്ടെത്തും? എൻ്റെ അനുയായികളുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും അവരിലെ വിഷാംശങ്ങളെ തൻ്റെ ഔഷധ ഗുണത്താൽ ഇല്ലാതാക്കുകയും ചെയ്യുന്ന വാക്കുകളും പ്രസംഗങ്ങളും എനിക്ക് നൽകണമേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുയായികളിൽ ധാരാളം പേർ നുണ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമെന്നും എല്ലാ തിന്മകളുടെയും വേരായ അഹങ്കാരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുമെന്നും തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുമെന്നും അള്ളാഹുമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ദിവസം കാണാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. അഹങ്കാരത്തിൽ നിന്നും പൂർണ്ണമായും അവർ വിട്ടുനിൽക്കുകയും ചെയ്യുന്നതായി എനിക്ക് കാണാൻ സാധിക്കുമാറാകട്ടെ. ചിലർക്ക് മീറ്റിങ്ങുകളിലോ ജൽസാ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഫംഗ്ഷനുകളിൽ നടക്കുമ്പോഴോ മുൻനിര കസാരകളിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടാകാറുണ്ട്. ജൽസകളിലും മറ്റും പലപ്പോഴും ഗ്രീൻ ഏരിയയിലോ മറ്റോ മുൻനിരയിൽ ഇരിക്കാനും ഖലീഫയുടെ പ്രസംഗം അടുത്തു കേൾക്കാനും ചിലർ പ്രത്യേകമായി ആഗ്രഹിക്കാറുണ്ട്. ഖലീഫയുടെ പ്രസംഗം കേൾക്കുക എന്നത് ശരിയാണെങ്കിലും ചിലപ്പോൾ അതിലും അഹംഭാവം കൂടി കലരാറുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് മുൻതസിമീങ്ങൾക്ക്, ക്രമീകരണങ്ങൾ നടത്തുന്നവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്തായാലും ഇത്തരം ആഗ്രഹം വെച്ച് പുലർത്തുന്നവരെ ഉപദേശിച്ചുകൊണ്ട് വഖ്ദത്ത് മസീഹ് ഇപ്രകാരം പറയുന്നു:
ഒരാൾ എവിടെയെങ്കിലും പോകുമ്പോൾ തനിക്കായി ഏറ്റവും താഴ്ന്ന സ്ഥലം തിരഞ്ഞെടുക്കണം. അയാൾ മറ്റേതെങ്കിലും വലിയ സ്ഥാനത്തിന് അർഹനാണെങ്കിൽ ആതിഥേയൻ സ്വയം വിളിച്ച് ആ സ്ഥാനം നൽകുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇനി മുൻനിരയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. അപേക്ഷ നൽകുക, ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറയാറുണ്ട് സംഘാടകർ. എന്നാൽ ജൽസ നടത്തുന്നവർ ആ അപേക്ഷ പരിഗണിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ചില നിർബന്ധിത സാഹചര്യങ്ങളാൽ നിഷേധിക്കുകയോ ചെയ്താൽ ഒരു പരാതിയോ മനസ്സിൽ പരിഭവമോ കൂടാതെ ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനും എളിമ അനിവാര്യമാണ്. ഇത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ സ്നേഹവും പ്രീതിയും ആരും നേടുകയില്ല അവരിൽ ഈ 2 ഗുണങ്ങൾ വളരുന്നതുവരെ. ആദ്യത്തേത് അഹങ്കാരത്തെ നശിപ്പിക്കുക എന്നതാണ്. തല ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വതം തകർന്ന് ഭൂമിയോട് ചേർന്ന് നിരപ്പായിത്തീരുന്നത് പോലെ മനുഷ്യൻ തൻ്റെ എല്ലാ അഹങ്കാരവും ദുഷിച്ച ചിന്തകളും ദൂരേക്ക് കളയണം. എളിമയും വിനയവും ലാളിത്യവും സ്വീകരിക്കണം. രണ്ടാമത്തേത് അവൻ്റെ പഴയ ബന്ധങ്ങളെല്ലാം തകർക്കുക എന്നതാണ്. ഖുർആനിൽ പർവ്വതത്തെ സംബന്ധിച്ച് മുത്തസദ്ദിയൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്. അതേ തകർന്ന് കഷങ്ങളാകുക, ഒരു ഇഷ്ടിക മറ്റൊന്നിൽ നിന്നും വേർപെട്ടു പോവുക. അതേപോലെ അള്ളാഹുവിൻ്റെ അപ്രീതിക്കും മലിനതക്കും കാരണമായ അവൻ്റെ പഴയ ബന്ധങ്ങളെല്ലാം മുറിച്ചു കളയണം. ഇതിൻ്റെ അർത്ഥം തിന്മകൾക്ക് കാരണമാകുന്ന ആ തെറ്റായ ബന്ധങ്ങൾ മുറിക്കണം എന്നതാണ്. കുടുംബ ബന്ധങ്ങൾ മുഴുവൻ തകർക്കണം എന്നല്ല ഇതിനർത്ഥം. നന്മയിലേക്ക് ചായുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ കൂടിക്കാഴ്ചകളും സൗഹൃദങ്ങളും സ്നേഹവും വിരോധവുമെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായി തീരുന്നു. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ വേണ്ടിയായിരിക്കും. ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വചനമാണ്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. തങ്ങളുടെ രക്ഷിതാവിനോട് എളിമയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ എളിമ സ്വീകരിക്കപ്പെട്ടേക്കാം. അള്ളാഹു തന്നെ അവരുടെ സഹായിയായി മാറുന്നതാണ്. ഇത് സംബന്ധിച്ച് അദ്ദേഹം ഒരു കഥ വിവരിക്കുന്നു. ഒരു ഭക്തനായ വ്യക്തി വളരെയധികം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അള്ളാഹുവെ, എനിക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അമിതമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം ചിന്തിച്ചു, ഏറ്റവും വലിയ എളിമ എങ്ങനെയാണ് പ്രകടിപ്പിക്കുക. അങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഒരു നായയേക്കാൾ എളിമയുള്ളതായി മറ്റൊന്നുമില്ല എന്ന്. അതിനാൽ അദ്ദേഹം നായയുടെ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. ഇത് കേട്ട മറ്റൊരാൾ പള്ളിയിൽ നായ കയറി വന്നിട്ടുണ്ടെന്നും എൻ്റെ പാത്രം അശുദ്ധമാക്കുമോ എന്ന് ഭയന്നു. അയാൾ വന്ന് നോക്കിയപ്പോൾ കണ്ടത് ആ ഭക്തനായ വ്യക്തിയെയാണ്, നായയല്ല. അവസാനം അയാൾ ചോദിച്ചു, ഇവിടെ ഒരു നായ കരയുന്ന ശബ്ദം കേട്ടല്ലോ, ആരായിരുന്നു അത്? അപ്പോൾ ആ ഭക്തൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ നായ. വീണ്ടും അയാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന് എളിമ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് അള്ളാഹു എൻ്റെ എളിമ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അതനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി ഏറ്റവും താഴ്ന്നവനായി മാറണം എന്നതായിരുന്നു ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, മനുഷ്യൻ ഒരു നിസ്സാര സൃഷ്ടിയാണെന്നിരിക്കെ തൻ്റെ പ്രവൃത്തികളിലെ പിഴവുകൾ കാരണം തന്നെ വലിയവനായി കാണാൻ തുടങ്ങുന്നു. ഈ ശാമത്തെ അമാൽ പ്രവൃത്തികളുടെ ദുഷ്ഫലം കാരണമാണ് അവനിൽ അഹങ്കാരവും ഗർവവും ഉണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ പാതയിൽ തന്നെ ഏറ്റവും ചെറിയവനായി കാണാത്ത കാലത്തോളം മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയില്ല. തൻ്റെ ബയ്യത്തിൽ പ്രവേശിക്കുന്നവരോട് എളിമയുടെ ഉന്നത നിലവാരം പുലർത്താൻ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ബയ്യത്ത് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെ സ്വയം വിൽക്കുക എന്നതാണ്. അതിൻ്റെ അനുഗ്രഹങ്ങളും സ്വാധീനങ്ങളും ഈ പ്രക്രിയയിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഭൂമിയിൽ ഒരു വിത്ത് പാകുന്നത് പോലെയാണത്. വിത്ത് മണ്ണിൽ നടുമ്പോൾ അതിൻ്റെ പ്രാഥമിക അവസ്ഥ ഇതാണ്, അത് കർഷകന്റെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. ഇനി എവിടെയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അതിനറിയില്ല. അത് മണ്ണിൽ ആഴത്തിൽ മറവ് ചെയ്യപ്പെട്ടു. എന്നാൽ ആ വിത്ത് ഉത്തമമാണെങ്കിൽ, അതിൽ വളർച്ചയ്ക്കുള്ള കഴിവുണ്ടെങ്കിൽ, ദൈവാനുഗ്രഹത്താലും കർഷകന്റെ പരിശ്രമത്താലും
അത് മണ്ണിൽ നിന്നും മുളപൊട്ടുന്നു. ഒരു വിത്തിൽ നിന്നും 1000 വിത്തുകൾ ഉണ്ടാകുന്നു. അതുപോലെ ബയ്യത്ത് ചെയ്യുന്നവൻ ആദ്യം എളിമയും വിനയവും സ്വീകരിക്കുകയും സ്വന്തം അഹംഭാവത്തിൽ നിന്നും മോഹങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും വേണം. അപ്പോൾ മാത്രമേ അവൻ വളർച്ചയ്ക്ക് പാത്രമാവുകയുള്ളൂ. എന്നാൽ ബയ്യത്തിനോടൊപ്പം അഹംഭാവവും സൂക്ഷിക്കുന്നവന് ഒരു ഗുണവും ലഭിക്കുന്നതല്ല. എളിമയില്ലാതെ ബയ്യത്ത് കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം സൗമ്യതയും വിനയവും താഴ്മയും സ്വീകരിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നിങ്ങളോട് പ്രീതനാകും. എളിമയോടെ അള്ളാഹുവിൻ്റെ പ്രീതി തേടുന്നവരോട് അള്ളാഹു പ്രസാദിക്കുന്നു. എളിമ പുലർത്തുന്നത് കൊണ്ട് എന്തു ലഭിക്കുന്നു? അഹങ്കാരം മനുഷ്യനെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. പറയുന്നു, തുടക്കത്തിൽ ആദമും പാപം ചെയ്തിരുന്നു, പിശാചും പാപം ചെയ്തിരുന്നു. എന്നാൽ ആദമിൽ അഹങ്കാരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ പാപം ഏറ്റുപറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാപം പൊറുക്കപ്പെടുകയും ചെയ്തു. ഇതിൽ നിന്നാണ് മനുഷ്യന് തൗബ വഴി പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന പ്രതീക്ഷ ഉണ്ടാകുന്നത്. അള്ളാഹു ആദമിന് മാപ്പ് നൽകിയതുപോലെ മനുഷ്യനും എളിമ കാണിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത് അള്ളാഹു പുറത്തു തരുന്നുവെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ശൈത്താൻ അഹങ്കരിക്കുകയാണ് ചെയ്തത്. അതിനാൽ അവൻ ശപിക്കപ്പെട്ടവനായി. അള്ളാഹുവിൻ്റെ ശാപം അവന് ലഭിച്ചു. അഹങ്കാരം എന്നത് മനുഷ്യന്റെ പ്രകൃതത്തിൽ ഉള്ളതല്ല. അഹങ്കാരിയായ മനുഷ്യൻ തന്നിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക്, അതായത് അഹങ്കാരത്തിന് അനാവശ്യമായി അവകാശവാദം ഉന്നയിക്കുന്നു. അഹങ്കരിക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതമല്ല. എന്നിട്ടും പിശാചിനെ പോലെ അവൻ അനാവശ്യമായി അഹങ്കാരം കാണിക്കുന്നു. പ്രവാചകന്മാരിൽ പല കഴിവുകളുമുണ്ട്. അതിലൊന്നാണ് സൽബെ ഹൂദി, അതായത് അഹം ഇല്ലാതാക്കുക എന്നുള്ളത്. അതായത് അഹംഭാവത്തെ പൂർണ്ണമായും അവസാനിപ്പിക്കുക. അവരിൽ അഹംഭാവം അവശേഷിക്കുന്നില്ല. അവർ തങ്ങളുടെ നഫ്സിൽ ഒരു മരണം സ്വീകരിക്കുന്നു. മഹത്വം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അഹങ്കരിക്കാത്തവരും വിനയത്തോടെ പെരുമാറുന്നവരും ഒരിക്കലും നശിച്ചു പോകില്ല. വിനയം സ്വീകരിക്കാൻ ഉപദേശിച്ചുകൊണ്ട് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ജമാഅത്തിൽ ഇപ്പോഴും അല്പം പോലും തങ്ങൾക്ക് വിരുദ്ധമായത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ സൗമ്യതയും സഹനശീലവും സ്വഭാവത്തിൽ വളർത്താനായി ഇത്തരം എല്ലാ ദേഷ്യങ്ങളെയും അടിച്ചമർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. നിസ്സാരമായ ഒരു കാര്യത്തിൽ തർക്കം തുടങ്ങുമ്പോൾ പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണാം. താൻ വിജയിക്കണം എന്ന ചിന്തയാണ് അവിടെ. അത്തരം സന്ദർഭങ്ങളിൽ അഹംഭാവം മൂലമുള്ള ദേഷ്യത്തിൽ നിന്നും വിട്ടുനിൽക്കണം. കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ കാര്യങ്ങളിൽ പോലും അറിഞ്ഞുകൊണ്ട് എളിമ കാണിക്കുകയും സ്വയം താഴ്ന്നവനായി മാറുകയും വേണം. അപരനെ അപമാനിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ ജീവിതത്തിൽ പരിശോധിച്ചാൽ ഇത്തരം വ്യാജ അന്തസ്സും അഹംഭാവവും സൂക്ഷിക്കുന്ന ഒട്ടേറെ ആളുകളെ കാണാം. അത് വഴക്കുകൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കണമെങ്കിൽ ഇതിൽ നിന്നും മോചനം നേടണം. ചിലർ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും തങ്ങൾക്കുണ്ടായ വഴക്കുകളെക്കുറിച്ച് തെറ്റായ രീതിയിൽ പരാതി പറയുകയും ചെയ്യാറുണ്ട്. അവനെ ഏതെങ്കിലും കേസിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് അവർ ചിന്തിക്കുന്നു. വിനയം പുലർത്തുന്നവരുടെ മരണശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് ഉദാഹരണം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മരണം എല്ലാവർക്കും വിധിക്കപ്പെട്ടതാണ്. ഒരു നാൾ ഈ ലോകം വിട്ടുപോകണം. ഒടുവിൽ എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ്. എന്നാൽ ദാരിദ്ര്യത്തിലും വിനയത്തിലും എളിമയിലും മരിക്കുന്നവരെ സ്വീകരിക്കുവാനായി സ്വർഗം മുന്നേ വരുന്നു. ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ലാസർ എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതുപോലെയാണിത്. ആരാണ് ലാസർ? ബൈബിളിലെ ലോക്കോസിന്റെ സുവിശേഷത്തിൽ ഈ സംഭവം എഴുതിയിട്ടുണ്ട്. ഒരു ധനികൻ ഉണ്ടായിരുന്നു.
അവൻ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച് ദിവസവും ആഘോഷങ്ങളുമായി കഴിഞ്ഞുകൂടിയിരുന്നു. ലാസർ എന്നൊരു പാവപ്പെട്ടവൻ ഉണ്ടായിരുന്നു. അവൻ വ്രണങ്ങളും രോഗങ്ങളും ബാധിച്ച് ആ ധനികന്റെ വീടിന്റെ വാതിൽക്കൽ കിടക്കുമായിരുന്നു. ആ ധനികന്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷണങ്ങൾ കൊണ്ട് വയറു നിറക്കാനായിരുന്നു അവൻ അവിടെ കിടന്നിരുന്നത്. നായ്ക്കൾ വന്ന് അവന്റെ മുറിവുകൾ നക്കുന്നുണ്ടായിരുന്നു. ലാസർ എത്രത്തോളം അവശനായിരുന്നു എന്നാൽ ആ നായ്ക്കളെ പോലും തടയാൻ അവന് കഴിഞ്ഞില്ല. ബൈബിൾ പറയുന്നു, ആ പാവപ്പെട്ടവൻ മരിക്കുകയും മാലാഖമാർ അവനെ അബ്രഹാമിന്റെ മടിത്തട്ടിൽ എത്തിക്കുകയും ചെയ്തു. ആ ധനികനും മരിക്കുകയും അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. അവൻ പരലോകത്ത് ശിക്ഷയിൽ അകപ്പെട്ട് തൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അബ്രഹാമിനെയും അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ അബ്രഹാമേ, എന്നോട് കരുണ കാണിക്കണമേ. ലാസറിനെ അയച്ച് അവൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവൊന്ന് നനയ്ക്കാൻ അനുവദിക്കണമേ. ഞാൻ ഈ രീതിയിൽ കഷ്ടപ്പെടുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ നിന്റെ ജീവിതത്തിൽ സുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നോർക്കുക. ലാസർ ദുരിതങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഇപ്പോൾ അവൻ ഇവിടെ ആശ്വാസം കണ്ടെത്തുന്നു. നീ കഷ്ടപ്പെടുന്നു. അഹങ്കാരികളുടെ അന്ത്യം ഇതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു പാവപ്പെട്ട വൃദ്ധയോട് എങ്ങനെയാണോ പെരുമാറേണ്ടത്, അതുപോലെ തന്നെയാണ് ഒരു ഉന്നതനോടും പെരുമാറേണ്ടത്. എല്ലാവിധ അഹങ്കാരത്തിൽ നിന്നും ഗർവിൽ നിന്നും സ്വയം രക്ഷപ്പെടാത്തവൻ അള്ളാഹുവിൻ്റെ സാമ്രാജ്യത്തിൽ ഒരിക്കലും പ്രവേശിക്കില്ല. അദ്ദേഹം തുടർന്നു, അഹങ്കാരി അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ മ്ലേച്ഛമായ സ്വഭാവത്തിൽ നിന്നും എപ്പോഴും അഭയം തേടുക. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെങ്കിൽ പോലും എപ്പോഴും വിനയം കാണിക്കുക. വിനയം കാണിക്കുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. വിനയത്തെയും എളിമയെയും കുറിച്ച് ഒരു സംഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം തുടരുന്നു, വിനയവും എളിമയും ഉത്തമമായ കാര്യങ്ങളാണ്. ദരിദ്രനായിരുന്നിട്ടും അഹങ്കാരം കാണിക്കുന്നവന് ഒരിക്കലും ലക്ഷ്യത്തിൽ എത്താൻ കഴിയുകയില്ല. അവൻ എളിമ ശീലിക്കുകയാണ് വേണ്ടത്. ജാലിനൂസ് എന്ന വൈദ്യൻ ഒരു രാജാവിൻ്റെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. രാജാവിന് ചില ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. അത് അയാളുടെ ശരീരത്തെ കുഷ്ഠരോഗത്തിലേക്ക് നയിക്കുമെന്ന് ജാലിനൂസിന് ഉറപ്പായിരുന്നു. ഇക്കാലത്തും ജങ്ക് ഫ്രൂട്ട് തിന്നരുതെന്ന് പറയുന്നില്ലേ? അങ്ങനെയുള്ള വല്ലതും ആയിരിക്കാം. ജാലിനൂസ് രാജാവിനെ പലതവണ വിലക്കിയെങ്കിലും രാജാവ് അത് കേട്ടില്ല. ഇതിൽ മനമടുത്ത് ജാലിനൂസ് രാജകൊട്ടാരം ഉപേക്ഷിച്ച് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. കുറച്ചു കാലത്തിന് ശേഷം രാജാവിൻ്റെ ശരീരത്തിൽ കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായി. ഒടുവിൽ ജാലിനൂസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ രാജാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി വിനയം സ്വീകരിച്ചു. തൻ്റെ മകനെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് ഫക്കീറുകളെ പോലെ വസ്ത്രം ധരിച്ച് രാജാവ് ജാലിനൂസിനെ തേടിപ്പോയി. ജാലിനൂസ് അയാളെ തിരിച്ചറിഞ്ഞു. രാജാവിൻ്റെ ആ എളിമ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. രാജാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി വന്നത് കണ്ടപ്പോൾ ജാലിനൂസ് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ രാജാവിന് രോഗശാന്തി ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം രാജാവിൻ്റെ ഈ അവസ്ഥ കണ്ട് പൂർണ്ണമായും അദ്ദേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ രാജാവിന് അസുഖം ഭേദപ്പെടുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു. തൻ്റെ ഒരു സദസ്സിൽ തൻ്റെ ഇൽഹാമിനെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം നൽകിയ ഉപദേശത്തെക്കുറിച്ച് വിവരങ്ങളിൽ ഇങ്ങനെ കാണാം, റിവായത്തുകളിൽ എങ്ങനെ കാണാം. സുബഹി നമസ്കാരത്തിന് അല്പം മുമ്പ് ഹദ്റത്ത് അഖ്ദസ് സദസ്സിൽ എത്തിച്ചേർന്നു. സുബഹി നമസ്കരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം
സദസ്സിൽ വരികയും എന്നിട്ട് അവിടെ വെച്ച് തൻ്റെ ഒരു ഇൽഹാമിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇന്നി ഉഹാഫിളു കുല്ല മൻഫിദ്ദാർ ഇല്ലല്ലദീന അലൗ വസ്തക്ബറു. ഈ ഒരു ഇൽഹാമിനെ കുറിച്ചാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചത്. വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ സംരക്ഷിക്കും. അഹങ്കരിക്കുകയും ഉന്നതസ്ഥാന്മാരാണെന്ന് ഭാവിക്കുകയും ചെയ്തവരൊഴികെ എന്ന വചനത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിൽ ഉലൂവ്, ഉയർച്ച, തക്കബ്ബുർ, അഹങ്കാരം എന്നതുകൊണ്ട് പതിവിയെക്കുറിച്ചുള്ള അഹങ്കാരം മാത്രമല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് അള്ളാഹുവിന് മുന്നിൽ എളിമയോടെയും വിനയത്തോടെയും സ്വയം സമർപ്പിക്കാത്തവരും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തവരുമായ ഏതൊരു വ്യക്തിയും ഇതിൽ ഉൾപ്പെടുന്നു. അവൻ ദരിദ്രനാണെങ്കിൽ പോലും എളിമ കാണിക്കുന്നവൻ മാത്രമേ ദൈവിക വീട്ടിൽ പ്രവേശിക്കാൻ യോഗ്യനാകൂ. പിന്നീട് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, മനുഷ്യന് വിജയം ലഭിക്കുകയും പ്രയാസകരമായ അവസ്ഥകൾ ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് എളിമ സ്വീകരിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്നവനാണ് പൂർണ്ണൻ. ഈ കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ അനുയായികളെ ഉപദേശിക്കുകയും മാത്രമല്ല സ്വന്തം ജീവിതത്തിലൂടെ അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടു എന്നത് ഇതിന് തെളിവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു. മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് പറയുന്നു, എൻ്റെ ഉപ്പൂപ്പ, എൻ്റെ മൂത്താപ്പ മിർസ ഗുലാം ഖാദിർ സാഹിബ് സദസ്സിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കസേര നൽകിയിരുന്നു. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം, എൻ്റെ ഉപ്പ സദസ്സിലെത്തിയാൽ അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ഇരിക്കാതെ സാധാരണ ആളുകൾ ഇരിക്കുന്ന തറയിൽ, അതായത് സഫിൽ പോയി ഇരിക്കുമായിരുന്നു. അദ്ദേഹത്തോട് ഉപ്പൂപ്പ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിരസിക്കും. ഒരിക്കലും ഉന്നതമായ സ്ഥാനത്തിൽ ഇരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം എപ്പോഴും സാധാരണക്കാരുടെ കൂടെയാണ് ഇരുന്നിരുന്നത്. നേരത്തെ അദ്ദേഹം ഉപദേശിച്ചതുപോലെ ആതിഥേയർ തന്നെ വിളിച്ചിരുത്തുന്നതാണ് ഉചിതം എന്ന കാര്യം സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പൂർണ്ണമായും പകർത്തിയിരുന്നു. അതേപോലെ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് മറ്റൊരു സംഭവം വിവരിക്കുന്നു. ഖാസി അമീർ ഹുസൈൻ സാഹിബ് എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഞങ്ങൾ ഹസ്രത്ത് സാഹിബിനോട് ചോദിച്ചു, ഹുസൂർ, എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേച്ചിട്ടുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഹസ്രത്തും എപ്പോഴെങ്കിലും ആടുകളെ മേച്ചിട്ടുണ്ടോ? അപ്പോൾ ഹുസൂർ പറഞ്ഞു, അതെ, ഒരിക്കൽ ഞാൻ പുറത്ത് വയലിൽ പോയപ്പോൾ അവിടെ ഒരാൾ ആടുകളെ മേയ്ക്കുന്നതായി കണ്ടു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ അല്പം ഒരു ആവശ്യത്തിന് പോവുകയാണ്, ഒന്ന് എൻ്റെ ആടുകളെ നോക്കാമോ? എന്നാൽ അവൻ പോയത് പിന്നെ വന്നില്ല. വൈകുന്നേരം വരെ എനിക്ക് ആടുകളെ മേയ്ക്കേണ്ടി വന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രദേശത്തെ പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നിട്ടും ആ മനുഷ്യന്റെ ആടുകളെ വൈകുന്നേരം വരെ മേയ്ക്കാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. ഇതേപോലെ അദ്ദേഹത്തിന്റെ എളിമയെക്കുറിച്ച് അൽ ഫസൽ ഓഫീസിലെ ജീവനക്കാരായിരുന്ന ഹസ്രത്ത് ഖാജ അബ്ദുറഹ്മാൻ സാഹിബ് വിവരിക്കുന്നു. ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസതിയുടെ വാതിലിൽ കാവൽക്കാരനായി ജോലി ചെയ്തിട്ടുണ്ട്. സന്ദർശകർക്ക് സന്ദേശങ്ങൾ കൈമാറാനും മറ്റ് ആവശ്യങ്ങൾക്കും ഞാൻ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വസതിയുടെ അകത്തും പുറത്തുമായി ഏറെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഹസ്രത്ത് സാഹിബ് എന്നോട് സംസാരിക്കുമ്പോൾ ജി, അതായത് ബഹുമാന പുരസരം സംസാരിക്കുന്ന ഉറുദുവിലുള്ള ഒരു വാക്കാണ് ജി എന്ന് പറഞ്ഞ് സംസാരിക്കാം. അത് ചേർക്കാതെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. എപ്പോഴും വളരെ മാന്യമായാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിൽ അഹങ്കാരമോ ഗർവോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴും സൗമ്യമായിട്ടാണ് സംസാരിച്ചിരുന്നത്. മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടായിരിക്കും. മുഖം ചുളിച്ചതായി, ദേഷ്യം വന്നുകൊണ്ട് ചുളിച്ചതായി ഞാൻ കണ്ടിട്ടേയില്ല. ആരോടെങ്കിലും അനാദരവോടെ നീ, അതായത് തൂ എന്ന് വിളിച്ചോ മോശമായ സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും വളരെ മാന്യമായാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറിയിരുന്നത്. അതിൽ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നോട് പറഞ്ഞു,
ഹദ്റത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടുജോലികൾ ചെയ്യുന്നതിൽ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. കട്ടിലുകൾ സ്വയം ഇട്ടിരുന്നു, തറ തുടച്ചിരുന്നു, വീട്ടിൽ മോപ്പെല്ലാം ചെയ്യുന്നത് അത് ചെയ്തിരുന്നു, വീട് വൃത്തിയാക്കിയിരുന്നു. പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ കുട്ടികൾ കട്ടിലിൽ ഉറങ്ങുകയാണെങ്കിൽ ഹദ്റത്ത് ഒരു വശത്ത് നിന്നും മറ്റൊരാൾ മറുവശത്ത് നിന്നും കട്ടിലുകൾ ഉയർത്തി ബരാന്തയിലേക്ക് മാറ്റാൻ സഹായിക്കുമായിരുന്നു. അക്കാലത്ത് AC-യും ഫാനുകളും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ പുറത്ത് മുറ്റത്താണ് കിടന്നിരുന്നത്. രാത്രിയിൽ മഴയോ കാറ്റോ വന്നാൽ കട്ടിലുകൾ വരാന്തയിലേക്ക് മാറ്റേണ്ടി വരുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കുട്ടികളുടെ കട്ടിലുകൾ മാറ്റാൻ സഹായിക്കുമായിരുന്നു. ആ സമയത്ത് ആരെങ്കിലും കുട്ടികളെ ഞെട്ടിച്ചു വിളിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം അത് തടയുമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിച്ചു വിളിക്കുന്നത് കുട്ടികൾക്ക് പേടിയുണ്ടാക്കും, പതുക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക എന്ന് അദ്ദേഹം ഉപദേശിക്കുമായിരുന്നു. അതിൽ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തന്നെ മറ്റൊരു സംഭവം വിവരിക്കുന്നു. മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് എന്നോട് പറഞ്ഞു, അദ്ദേഹം മൗലവി റഹീം ബക്ഷ് സാഹിബിൽ നിന്നും കേട്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വീടിൻ്റെ പുറത്തുള്ള ഒരു മുറിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെയാണ് അദ്ദേഹത്തിനുള്ള ഭക്ഷണം എത്തിച്ചിരുന്നത്. വീട്ടിൽ എന്ത് ഭക്ഷണമാണ് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം പരാതിയില്ലാതെ കഴിക്കുമായിരുന്നു. അതായത് ഇത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. തൻ്റെ പിതാവിനെ കുറിച്ചാണ് സുൽത്താൻ സാഹിബ് ഈ കാര്യം വിവരിക്കുന്നത്. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് എന്ത് ഭക്ഷണം ലഭിച്ചാലും അത് യാതൊരു പരാതിയുമില്ലാതെ കഴിക്കുമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം നോമ്പ് നിൽക്കുമ്പോൾ ഭക്ഷണം അത് പാവങ്ങൾക്കും വിതരണം ചെയ്തിരുന്നു എന്നും എല്ലാം തന്നെ റിവായത്തുകൾ നേരത്തെ മുമ്പ് വന്നിട്ടുള്ളതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം യാതൊരു പരാതിയും കൂടാതെ ആ ഭക്ഷണം കഴിച്ചിരുന്നു. ഒരിക്കലും അദ്ദേഹം ഭക്ഷണത്തെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല. ജമാഅത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാദത്തിന് മുമ്പുള്ള കാലത്താണ് നടന്നത്. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി സാഹിബ് ഡൽഹിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുതിയ മൗലവിയും പണ്ഡിതനുമായി ബട്ടാലയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പ്രദേശത്തൊട്ടാകെ അദ്ദേഹത്തിൻ്റെ പേര് പ്രസിദ്ധമായി. അക്കാലത്ത് ഏതെങ്കിലും ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനെ, അതായത് ഇമാമിനെ പിന്തുടരുന്ന മുക്കല്ലിദുകൾ, ഉദാഹരണത്തിന് ഹനഫി, മാലിക്കി തുടങ്ങിയവർ, അതുപോലെ തന്നെ ഒരു ഇമാമിനെ പിന്തുടരാത്ത ഗൈർ മുക്കല്ലിദുകൾ, അഹ്ലെ ഹദീസ് തുടങ്ങിയവർ എന്നിവർക്കിടയിൽ സംവാദങ്ങൾ സാധാരണയായിരുന്നു. അതായത് മുക്കല്ലിദുകളും ഗൈർ മുക്കല്ലിദുകളും തമ്മിൽ വലിയ സംവാദം നടന്നിരുന്നു. ബട്ടാല നിവാസികൾ ഈ ബഹളങ്ങൾ കണ്ടപ്പോൾ അവരുടെ ശ്രദ്ധ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തിരിഞ്ഞു. ഈ യുവ മൗലവിയെ നേരിടാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പല തവണ നിർബന്ധിച്ചതിനെ തുടർന്ന് അവസാനം ഹദ്റത്ത് ഈ സംവാദം സമ്മതിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. സംവാദത്തിൽ ഇരുവിഭാഗത്തിൻ്റെയും അനുകൂലികൾ വലിയൊരു സംഘമായി ഒത്തുചേർന്നു. അന്ന് മുക്കല്ലിദുകൾ തങ്ങളുടെ വിജയം മുൻകൂട്ടി ഉറപ്പിച്ചിരുന്നു. കാരണം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് അവർ കൊണ്ടുവന്നിരുന്നത്. വലിയൊരു പണ്ഡിതനായിരുന്നു എന്നവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് അവർക്കറിയാമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു പണ്ഡിതനെയാണ് അവർ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയെ നേരിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംവാദ രീതി അവർക്കറിയാമായിരുന്നു. കാരണം അദ്ദേഹം എതിരാളികളെ ശക്തമായി പിടിക്കുകയും അവരെ വ്യക്തമായി മുട്ടുകുത്തുകയും ചെയ്യുമായിരുന്നു. ഇതും സംവാദ വേദിയിലെത്തിയപ്പോൾ അദ്ദേഹം മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി സാഹിബിനോട് അവരുടെ ആശയങ്ങളും വിശ്വാസങ്ങളും വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. അതുവഴി അവയെ ഖണ്ഡിക്കാൻ സാധിക്കുമെന്ന് കരുതി. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനാണ് പ്രധാനം, പിന്നെ ഹദീസും പ്രവാചക വചനങ്ങളുമാണ്. അതനുസരിച്ചായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഈ അഭിപ്രായം കേട്ടപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ എതിർക്കാൻ തക്കതായ ഒന്നുമില്ല. തന്നെ കൂടെ കൂട്ടിയവർ കരുതിയത് ഇത് തങ്ങളുടെ പരാജയമായി മാറുമെന്നാണ്. എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിജയ പരാജയങ്ങളെക്കുറിച്ചുള്ള അഹങ്കാരത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും മുക്തനായി അതീവ വിനയത്തോടെയും എളിമയോടെയും അവിടെ നിന്ന് മടങ്ങി. ഈ സംഭവത്തെക്കുറിച്ച് ഹദ്റത്ത് അഖ്ദസ്
മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഈ സംഭവം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം എന്താണ് എന്ന് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. 1868 1869 ഉറുദുവിൽ ഒരു അത്ഭുതകരമായ വെളിപാട് ഇൽഹാം എനിക്കുണ്ടായി. ഈ ഇൽഹാം ഉണ്ടായതിനുള്ള കാരണം ഇപ്രകാരമാണ്. അത് ഞാൻ ഇവിടെ വിവരിക്കുകയാണ്. മൗലവി അബു സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി സാഹിബ് ഒരു കാലത്ത് എൻ്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹം പുതിയ മൗലവിയായി ബട്ടാലയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നാട്ടുകാർക്ക് പ്രയാസകരമായി തോന്നി. അപ്പോൾ ഒരാൾ ഏതെങ്കിലും വിഷയത്തിൽ മൗലവി സാഹിബുമായി സംവാദം നടത്താൻ എന്നെ നിർബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ വൈകുന്നേരം ആ വ്യക്തിയോടൊപ്പം മൗലവി സാഹിബിൻ്റെ വസതിയിൽ ചെന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും പള്ളിയിൽ കണ്ടു. മൗലവിയുടെ പ്രസംഗം കേട്ടപ്പോൾ അതിൽ എതിർക്കാൻ തക്കതായ ഒന്നുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിനാൽ അള്ളാഹുവിനു വേണ്ടി ഞാൻ ആ സംവാദം ഒഴിവാക്കി. അദ്ദേഹം തുടർന്നു എഴുതുന്നു, അന്ന് രാത്രി അള്ളാഹു തൻ്റെ വെളിപാടിലൂടെ ഇൽഹാമിലൂടെ ഈ സംവാദം ഒഴിവാക്കിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചു പറഞ്ഞു, നിന്റെ ഈ പ്രവൃത്തിയിൽ നിന്റെ ദൈവം സംതൃപ്തനായിരിക്കുന്നു. അവൻ നിനക്ക് വലിയ അനുഗ്രഹം നൽകും. രാജാക്കന്മാർ പോലും നിന്റെ വസ്ത്രങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ തേടും. പിന്നീട് കശ്ഫിൽ ദൈവിക ദർശനത്തിൽ കുതിരപ്പുറത്തേറിയ രാജാക്കന്മാരെ എനിക്ക് കാണിച്ചു തന്നു. അള്ളാഹുവിനും അവൻ്റെ ദൂതനും വേണ്ടി മാത്രം വിനയവും എളിമയും കാണിച്ചതുകൊണ്ട് പ്രതിഫലമില്ലാതെ തന്നെ വിട്ടേക്കാൻ ആ മഹാകാരുണ്യവാൻ ആഗ്രഹിച്ചില്ല. അതായത് അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. ഹദ്റത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി തൻ്റെ ഹയാത്തെ അഹമ്മദ് എന്ന പുസ്തകത്തിൽ ഈ സംഭവം വിവരിക്കുകയും അതിൽ ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, സംവാദങ്ങളുടെ പൊതുവായ രീതിയെക്കുറിച്ചും സംവാദകരുടെ അവസ്ഥയെക്കുറിച്ചും ആളുകൾക്ക് നല്ല അറിവുണ്ട്. എതിരാളിയുടെ വാദത്തിൽ സത്യമുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുക എന്നത് പൊതുജന മധ്യത്തിൽ വളരെ പ്രയാസകരമാണ്. പണ്ഡിതന്മാരെ ഞാൻ അവഹേളിക്കുകയല്ല. എന്നാൽ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവൻ കളയുന്നത് എളുപ്പമാണ്. പക്ഷെ സ്വന്തം തെറ്റ് സമ്മതിക്കുക എന്നത് പോയിട്ട് എതിർപക്ഷത്തുള്ളവരുടെ ശരിയായ വാദം അംഗീകരിക്കുന്ന ശീലം പോലും അവർക്കില്ല. ഇന്നും അവസ്ഥ അത് തന്നെയാണ്. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ തികച്ചും ആത്മാർത്ഥതയിലും അള്ളാഹുവിൻ്റെ പ്രീതിയിലും മുങ്ങിയതായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ ആഭ്യന്തരമായ പോരാട്ടങ്ങളോ തർക്ക വിഷയങ്ങളിൽ സത്യം അന്വേഷിക്കാതെ വാദങ്ങൾക്കായി വാദിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഒരു വ്യക്തിയുമായി സംവാദം നടത്താൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ നേരിട്ട് ചെന്ന് ഭയമോ സങ്കോചമോ കൂടാതെ സത്യം കേൾക്കുമ്പോൾ അത് അംഗീകരിക്കുക എന്നത് എത്രമാത്രം വലിയ ധൈര്യമാണ്. ആളുകൾ എന്ത് വിചാരിക്കും, താൻ പിന്മാറിയെന്ന് കരുതുമോ, അല്ലെങ്കിൽ എതിരാളിയെ ഭയന്നതാണോ എന്ന് കരുതുമോ എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു. പ്രവാചകന്മാരുടെയും അവരുടെ ഉത്തമ അനുയായികളുടെയും ജീവിതത്തിലല്ലാതെ ഇത്തരം ഒരു സംഭവം മറ്റെവിടെയും കാണാൻ കഴിയില്ല. ദീനിലുള്ള ആത്മാർത്ഥതയും സ്വന്തം അഹങ്കാരത്തെ ചവിട്ടി മതിക്കാനുള്ള വലിയൊരു ചൈതന്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ ലഭിക്കൂ. ഈ പ്രവൃത്തിയുടെ അംഗീകാരം അപ്പോൾ തന്നെ പ്രകടമായി. അള്ളാഹു തൻ്റെ വചനത്തിലൂടെ അദ്ദേഹത്തിന് ശുഭവാർത്ത നൽകുകയും റളിയല്ലാഹു അൻഹു അള്ളാഹു അദ്ദേഹത്തിൽ സംതൃപ്തനായിരിക്കുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. ലോകത്ത് മനുഷ്യൻ തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനും ആളുകൾ തന്നിലേക്ക് ആകർഷിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ അള്ളാഹു ഈ പ്രവൃത്തിയുടെ ഫലമായി അരുളിയത് രാജാക്കന്മാർ പോലും നിന്റെ വസ്ത്രത്തിൽ നിന്നും അനുഗ്രഹം തേടുമെന്നാണ്. ബറാഹിനെ അഹമ്മദിയുടെ രചനയെക്കുറിച്ച് പോലും ചിന്തിക്കാത്ത ഒരു വാദം ഉയർത്താത്ത കാലമായിരുന്നു അത്. അന്ന് അദ്ദേഹം ലോകത്തോട് ഒരു ബന്ധവുമില്ലാത്ത ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ജോലി ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ഭാവി ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചില്ലായിരിക്കാം. എന്നാൽ ഇദ്ദേഹം എന്തു ചെയ്യും എന്നതിനെക്കുറിച്ച് വീട്ടുകാർക്ക് തീർച്ചയായും ആശങ്കയുണ്ടാകും.
ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ രാജാക്കന്മാർ പോലും ബർക്കത്ത് തേടുന്നതായിരിക്കും എന്ന് ഇൽഹാം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ജീവിതത്തിന്റെ ആ ഘട്ടത്തിലാണ് ഒരു സാധാരണക്കാരന് വലിയ പ്രതീക്ഷകളുണ്ടാകും. പ്രായത്തിന്റെ ഈ ഘട്ടത്തിൽ എല്ലാവിധ ചിന്തകളും ആത്മബോധവും സ്വയം പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹവും അതിന്റെ പാരമ്യതയിലായിരിക്കും. സ്വന്തം വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രവണതയും വാശിയും ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രശസ്തനായ ഒരു മലയുടെ സംവാദത്തിന് പോയിട്ട് അദ്ദേഹത്തിന്റെ വാദം ശരിയാണെന്ന് കണ്ടപ്പോൾ അത് അംഗീകരിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ആളുകൾ എന്ത് പറയും, അല്ലെങ്കിൽ തനിക്കെതിരെ വലിയൊരു വിമർശന പ്രവാഹം ഉണ്ടായേക്കാം എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. അതുകൊണ്ട് ചിന്തിക്കുക, അനഫികളും ഗൈർ മുഖല്ലിദീങ്ങളും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങൾ നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു അഹ്ലെ ഹദീസ് പണ്ഡിതനെ പിന്തുണക്കുക എന്നത് വലിയ വിപത്തുകൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരുന്നു. എന്നിട്ടും മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബിനെ സംവാദത്തിനായി വിളിച്ചിരുന്നിട്ടും ഹദ്രത്ത് മിർസ സാഹിബ് അദ്ദേഹത്തെ പിന്തുണക്കുകയാണുണ്ടായത്. മൗലവി അബൂ സയ്യിദ് സാഹിബിന്റെ അറിവോ സ്വാധീനമോ ആണ് അവിടെ അദ്ദേഹത്തിനെ നിശബ്ദനാക്കിയതെന്ന് കരുതുന്നത് വെറും വിഡ്ഢിത്തമായിരിക്കും. അങ്ങനെയൊരു സംശയം അർത്ഥവത്താണെന്ന് കരുതാമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നടന്ന സംഭവങ്ങൾ മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബുമായി നേരിട്ടും എഴുത്തുകുത്തുകളിലൂടെയും നടന്ന സംവാദങ്ങൾ നടന്നില്ലായിരുന്നുവെങ്കിൽ, കൂടാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യോദ്ധാവ് ആ അപകടകരമായ മത്സരത്തിന് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ ആക്ഷേപം സത്യമാണെന്ന് കരുതാമായിരുന്നു. അന്നേരം അദ്ദേഹം, അതായത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലായിപ്പോയി എന്ന് കരുതാവതല്ല. കാരണം മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബിനെ പലതവണ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം ചെയ്യുന്നതിലെ ചെറിതെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഒരൊറ്റ നിമിഷത്തേക്ക് പോലും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമോ സ്വാധീനമോ താൻ ഭയപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രപരമായ വസ്തുതകളാണ്. ആർക്കും ഇതിന് നിഷേധിക്കാനാവുന്നതല്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അത്തരമൊരു ആശയം വച്ചു പുലർത്തുന്നത് അറിവില്ലായ്മയാണ്. ഇതിൽ നിന്നിന്റെ പിന്നിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മതത്തിലുള്ള ആത്മാർത്ഥത, ഇഖ്ലാസ്. മതകാര്യങ്ങളുള്ള ആത്മാർത്ഥത കാരണമാണ് അദ്ദേഹം അന്ന് അത് അംഗീകരിച്ചത്. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയെ ഭയന്നിട്ടില്ല എന്ന് അദ്ദേഹം പലവരും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പിൽക്കാലത്ത് അദ്ദേഹത്തെ പലതവണ വെല്ലുവിളിക്കുകയും സംവാദത്തിൽ ക്ഷണിക്കുകയും നേർവഴിയിലേക്ക് വരാൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിക്ക് അയച്ച കത്തിൽ തന്റെ സന്ദേശം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയുണ്ടായി. അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ഔന്നിത്യ പദവിയിലായിരുന്നിട്ടും അദ്ദേഹം അതീവ വിനയത്തോടെയും എളിമയോടെയും കത്തിലെഴുതുന്നു. അദ്ദേഹം എഴുതുന്നു: ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ മൗലവി സാഹിബ് സല്ലല്ലാഹു തആല അസ്സലാമു അലൈക്കും, താങ്കളുടെ കത്ത് ലഭിച്ചു. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണിത്. എൻ്റെ ആരോഗ്യം പലപ്പോഴും പെട്ടെന്ന് വഷളാവുകയും മരണം മുന്നിൽ കാണുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുന്നു. രാപ്പകലില്ലാതെ ഞാൻ രോഗാവസ്ഥയിലാണ്. ഞാൻ കൂടുതൽ സംസാരിച്ചാൽ രോഗം മൂർച്ഛിക്കുന്നു, കൂടുതൽ ചിന്തിച്ചാലും അത് തന്നെ സംഭവിക്കുന്നു. താങ്കളുടെ അവസാന കത്ത് കണ്ടപ്പോൾ മൗലവി അബ്ദുൽ ജബ്ബാർ സാഹിബിന്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് അത് എഴുതിയത് എന്ന് എനിക്ക് മനസ്സിലായി. അതായത് അവർ രണ്ടുപേരും കൂടി എഴുതിയ കത്താണത്. അതുകൊണ്ടാണ് ഇപ്രകാരം മറുപടി എഴുതുന്നത്: എൻ്റെ രോഗം കാരണം ഞാൻ അങ്ങേയറ്റം നിസ്സഹായനാണ്. എഴുത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ സംവാദങ്ങൾ തുടങ്ങാനുള്ള ശക്തി എനിക്കില്ല. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ താങ്കൾ പരാമർശിച്ച 3 പുസ്തകങ്ങൾ, ഫതഹുൽ ഇസ്ലാം, തൗദീഹുൽ മറാം, ഇസാലത്തുൽ ഔഹാം എഴുതാൻ സാധിച്ചത്, അതായത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താലാണ് എഴുതാൻ സാധിച്ചത്. അതുപോലെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ള എഴുതുമായിരുന്നു. എൻ്റെ കൈകൊണ്ട് തന്നെ എഴുതാൻ വളരെ കുറച്ച് മാത്രമേ സാധിച്ചുള്ളൂ. ഉള്ളടക്കം മനോഹരമായി ക്രമീകരിക്കാൻ പോലും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഹദീസുകളിൽ താങ്കൾക്ക് വലിയ അറിവാണുള്ളത്. അതായത് മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിക്കാണ് എഴുതുന്നത്: ഹദീസുകളിൽ താങ്കൾക്ക് വലിയ പാണ്ഡിത്യമാണുള്ളത്. താങ്കൾ വലിയൊരു പണ്ഡിതനാണ്. എളിയവനാകട്ടെ ഒരു ഉമ്മി, അക്ഷരജ്ഞാനമില്ലാത്തവൻ ആയ സാധാരണക്കാരനാണ്. എനിക്ക് പറയത്തക്ക
ആരാധനകളോ അറിവോ യോഗ്യതയോ ഒന്നുമില്ല. അത് വളരെ വിനയത്തോടു കൂടിയാണ് ഇതെല്ലാം തന്നെ എഴുതുന്നത്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു കൽപ്പനയായിരുന്നു അത്, സുദൃഢമായിരുന്ന കൽപ്പനയായിരുന്നു അത്. ഈ വിനീതൻ അത് എത്തിച്ചിരിക്കുന്നു. അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം, അത് താങ്കൾക്ക് തീരുമാനിക്കാം. വളരെ വിനയത്തോടെ അദ്ദേഹത്തിന് തബ്ലീഗ് ചെയ്യുന്നു. ഹദ്റത്ത് മുൻഷി അഹമ്മദ് ജാൻ സാഹിബിന് അയച്ച കത്തിലും അദ്ദേഹത്തിന്റെ വിനയം പ്രകടമാണ്. അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കത്താണ്. എഴുതുന്നു: താങ്കളുടെ കത്ത് ലഭിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഈ നിസ്സാരനായ ദാസന് ഇത്രയും ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ അള്ളാഹു നൽകി. താങ്കളെപ്പോലെയുള്ളവരുടെ സാന്നിധ്യം ഈ നിസ്സാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിനും ആദരവിനും കാരണമാണ്. ദൈവം നിങ്ങളെ സന്തോഷവാനും സന്തുഷ്ടനുമായി നിലനിർത്തട്ടെ. നിങ്ങളുടെ ഹൃദയംഗമായ ഈ ശ്രദ്ധയ്ക്ക് പ്രതിഫലം നൽകട്ടെ. ഈ ദാസൻ തികച്ചും നിസ്സാരനും പ്രധാനവുമാണ്. പരമകാരുണ്യകനായ ദൈവത്തിന്റെ അളവറ്റ ഔദാര്യങ്ങളും അനുഗ്രഹവുമാണ് ഈ അയോഗ്യനായ വ്യക്തിയുടെ മേൽ അർഹതകളൊന്നുമില്ലാതെ തന്റെ അനുഗ്രഹങ്ങളെ മഴയായി പെയ്യിപ്പിക്കുന്നത്. അവൻ നിരന്തരം അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ വീഴ്ചകൾ കണ്ടിട്ടും അവൻ വീണ്ടും വീണ്ടും ഉപകാരങ്ങൾ ചെയ്യുന്നു. എന്റെ അക്രമങ്ങൾ അടഞ്ഞിട്ടും അവൻ പ്രതിഫലങ്ങൾ നൽകുന്നു. വാസ്തവത്തിൽ അള്ളാഹു അതിരറ്റ കരുണാമയനാണ്. അവനെ സ്തുതിക്കാൻ എനിക്ക് എവിടെ നിന്നാണ് വാക്കുകൾ ലഭിക്കാം? ഞാൻ തീർത്തും നിസ്സാരനും കഴിവില്ലാത്തവനും ഒന്നുമില്ലാത്തവനുമാണ്. എന്നെ മണ്ണിൽ കിടക്കുന്നവനായി കണ്ട അള്ളാഹു എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. ഞാൻ പൂർണ്ണമായും അയോഗ്യനാണെന്ന് കണ്ടിട്ടും അവൻ എൻ്റെ കുറവുകളെ മറച്ചു പിടിച്ചു. എൻ്റെ ബലഹീനത കണ്ട് അവൻ എനിക്ക് കരുത്തു നൽകി. എൻ്റെ അജ്ഞത കണ്ട് ദൈവം എനിക്ക് അറിവ് നൽകി. എനിക്കുള്ള അറിവെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് അവൻ എൻ്റെ അവസ്ഥയിൽ ചൊരിഞ്ഞത്. അവൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു തെളിവാണിത്. നിങ്ങളെപ്പോലെയുള്ള മഹത്തായ സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ നിസ്സാരനോടുള്ള സ്നേഹം അവൻ നിക്ഷേപിച്ചു എന്നത്. അതിനാൽ അള്ളാഹുവിൻ്റെ ഈ ഔദാര്യം കൊണ്ട് ഈ സ്നേഹം വർദ്ധിക്കും. തൻ്റെ പാതയിൽ ചേർന്ന് നിൽക്കുന്നവരും എൻ്റെ സമൂഹത്തിൽ അംഗങ്ങളായവരുമായ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകും. ദൈവം നിങ്ങൾക്ക് ഉയർച്ച നൽകട്ടെ. ഹദ്റത്ത് ഷെയ്ഖ് അബു അലി സാഹിബ് ഇർഫാനി ഈ കത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് നൽകിയ കുറിപ്പ് ഇങ്ങനെ പറയുന്നു: ഈ കത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും മഹത്വവും അത്യധികം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ വിനയവും എളിമയും താഴ്മയും ഇതിൽ വ്യക്തമായി കാണാം. എത്രയധികം ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചതിലുള്ള കൃതജ്ഞതയാണ് അവിടുന്ന് വാക്കുകളിൽ പ്രതിഫലിപ്പിക്കുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മസീലെ മസീ ആണെന്ന് വാദിച്ചപ്പോൾ മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. അത്യധികം അഹങ്കാരത്തോടെയും സംസ്കാരശൂന്യമായ വാക്കുകൾ ഉപയോഗിച്ചും അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ എഴുതാൻ തുടങ്ങി. തൻ്റെ ഇഷാഅത്ത് സുന്ന എന്ന മാസികയിലും മോശമായ ഭാഷ അദ്ദേഹം പ്രയോഗിച്ചു. ഇതൊരു ഫിത്നയാണെന്നും ഈ ജമാഅത്തിനെ താൻ തകർക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തന്നെ പോലെയുള്ള ഒരാൾക്ക് മാത്രമേ അദ്ദേഹത്തിനെ ആകാശത്തേക്ക് ഉയർത്താൻ കഴിയൂ എന്നും അഹങ്കാരത്തോടെ പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഭൂമിയിലേക്ക് താഴെ ഇറക്കുമെന്നും ഭീഷണിപ്പെടുത്തി. അദ്ദേഹം നഊദുബില്ല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ താനാണ് ഉയർത്തിയത് എന്ന് ബട്ടാലവി വാദിച്ചു. ഇനി അദ്ദേഹത്തെ ഞാൻ താഴെ ഇറക്കും. ബട്ടാലവി കരുതിയിരുന്നത് ബറാഹീനെ അഹമ്മദിയെ കുറിച്ച് അദ്ദേഹം എഴുതിയ റിവ്യൂ ആണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസിദ്ധനാക്കിയത് എന്നാണ്. എന്നാൽ ഈ കടുത്ത ആക്ഷേപങ്ങൾക്കും അഹങ്കാരപൂർണമായ പെരുമാറ്റത്തിനും മറുപടിയെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അത്യപൂർവമായ ക്ഷമയും വിനയവുമാണ് പ്രകടിപ്പിച്ചത്. അത് മസീഹെ നാസിരുടെ ക്ഷമയെപ്പോലും കടത്തിവെട്ടുന്നതായിരുന്നു. ഇവിടെ മൗലവി സാഹിബിന് ഹദ്റത്ത് സാഹിബ് എഴുതിയ ഒരു കത്ത് മാത്രം നൽകുന്നു. അദ്ദേഹത്തിന്റെ മോശം ഭാഷയ്ക്കും അഹങ്കാരത്തിനും മറുപടിയായി ഹദ്റത്തിന്റെ ഹൃദയത്തിൽ സഹാനുഭൂതിയും സന്മനോഭാവവും വിനയവും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. മൗലവി സാഹിബിനെ സംബോധന ചെയ്തുകൊണ്ട് എഴുതുന്നു: ബഹുമാനപ്പെട്ട മൗലവി സാഹിബ്, താങ്കളുടെ കത്ത് ലഭിച്ചു. അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഈ എളിയവൻ എന്ന് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം. ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടായേക്കാവുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് പൂർണ്ണമായ ഉറപ്പ് ലഭിക്കാതെ ഞാൻ ഒന്നും പറയാറില്ല. മസീഹിന്റെ ആഗമനത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാതലായ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ വിഷയത്തിൽ ഒരു മുസ്ലിമിന് അള്ളാഹു അതിന്റെ നിജസ്ഥിതി അറിയിച്ചു കൊടുത്തിരിക്കുന്നു. സഹോദരൻ എന്ന നിലക്ക്
അദ്ദേഹത്തിന്റെ വാദത്തെ നല്ല നിലയിൽ കാണേണ്ടതായിരുന്നു. എന്നാൽ താങ്കളെ എതിർപ്പിനായി അത് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ യേശു മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ താങ്കൾക്ക് എന്നെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ താങ്കൾ എതിർക്കുകയും അതിനെതിരെ ലേഖനങ്ങൾ എഴുതുകയുമാണ് ചെയ്തത്. എങ്കിലും താങ്കളുടെ ഈ നിലപാടിന് പിന്നിൽ നല്ല ഉദ്ദേശമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. താങ്കളുടെ തുടക്കം കാട്ടലിൽ എനിക്ക് പരാതിയുണ്ടെങ്കിലും താങ്കളോട് എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത്. ഇക്കാലത്തെ മറ്റ് മൗലവിമാരെക്കാളും മതപരമായ കാര്യങ്ങളിൽ മൗലവി നസീർ ഹുസൈനേക്കാളും താങ്കളെ ഞാൻ മെച്ചപ്പെട്ടവനായി കാണുന്നു. എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് താങ്കളോട് പരാതിയുണ്ടെങ്കിലും താങ്കളുടെ ഹൃദയശുദ്ധി കണക്കിലെടുത്ത് താങ്കളോട് എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ തിരിച്ചറിയപ്പെട്ടിട്ടില്ല, എൻ്റെ വാദം ആരും അംഗീകരിച്ചില്ല എങ്കിൽ അത് എൻ്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം. എനിക്ക് വിജയമോ പരാജയമോ അല്ല പ്രധാനം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നതാണ്. താങ്കൾ ആദ്യം എൻ്റെ പുസ്തകങ്ങൾ, അതായത് ഫത്തഹ് ഇസ്ലാം, തൗസിയെ മറാം, ഇസാലത്തുൽ ഔഹാം വായിച്ച് എനിക്കെതിരിൽ എഴുതുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്കളെപ്പോലെയുള്ള സുഹൃത്തുക്കൾ എന്നോട് വിയോജിക്കാൻ തയ്യാറെടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളും സത്യത്തിനു വേണ്ടിയുള്ളതാകാം. താങ്കൾ ഒരുപക്ഷെ സത്യത്തിനു വേണ്ടിയാകാം പോരാടുന്നത്. എന്നാൽ അതിനു മുമ്പേ ദയവായി എൻ്റെ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. താങ്കളെ കാണാൻ ആവശ്യമായ ആരോഗ്യം ഇപ്പോൾ എനിക്കുണ്ട്. താങ്കൾ വരികയാണെങ്കിൽ, എനിക്ക് സുഖമില്ലാത്ത അവസ്ഥയാണെങ്കിലും തലകറക്കം കാരണം നിസ്കാരം പോലും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത്ര അസ്വസ്ഥതയുണ്ട്, എങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും താങ്കളുടെ അടുത്തേക്ക് എത്തിച്ചേരും. എനിക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പോൾ ഉണ്ട്, എങ്കിലും എനിക്ക് തലവേദനയും തലകറക്കവും അലട്ടുന്നുണ്ട്. എന്തായാലും ഞാൻ താങ്കളുടെ അടുത്തെത്തും. ഞാൻ രോഗിയാണ്. താങ്കൾ ബട്ടാലയിൽ വരികയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് കാണുന്നതാണ്. ഏതായിരുന്നാലും എനിക്ക് ചില അസുഖങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരുന്നതായിരിക്കും, താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി സാഹിബിന് എഴുതിയ മറ്റൊരു കത്തിൽ ഇങ്ങനെ എഴുതുന്നു: താങ്കൾക്ക് വിഷമമില്ലെങ്കിൽ പറയട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ സഹോദരൻ മൗലവി ഹക്കി നൂറുദ്ദീൻ സാഹിബിനോട് താങ്കൾ കാണിച്ച സമീപനം അല്പം കടുപ്പമേറിയതായിരിക്കുന്നു. ഹക്കി മൗലവി നൂറുദ്ദീൻ സാഹിബ് താങ്കൾക്ക് എഴുതിയ കത്തിന് താങ്കൾ നൽകിയ മറുപടിയിൽ വളരെ കടുപ്പമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു എപ്പോഴും വിനയത്തെയും താഴ്മയെയും ഇഷ്ടപ്പെടുന്നു. പണ്ഡിതന്മാരുടെ പെരുമാറ്റം തങ്ങളുടെ സഹോദരങ്ങളോട് ഏറ്റവും ഉന്നത നിലവാരമുള്ളതായിരിക്കണം. സ്വഭാവം വളരെ നല്ലതായിരിക്കണം. ഏത് മതത്തിൻ്റെ സംരക്ഷണത്തിനും അതിനുവേണ്ടിയുള്ള സഹാനുഭൂതിക്കുമായാണ് നമ്മൾ രാപ്പുകൾ അധ്വാനിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നമ്മുടെ എല്ലാ അവസ്ഥകളും, പ്രവൃത്തികളും, ചലനങ്ങളും, നിശ്ചലാവസ്ഥകളും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ചായി മാറുക എന്നത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. എൻ്റെ അഭിപ്രായത്തിൽ ഉത്തമ സ്വഭാവങ്ങളിൽ വെച്ച് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിനയത്തെയും താഴ്മയെയും അഹങ്കാരത്തിൽ നിന്ന് വിപരീതമായുള്ള ഇത്തരം കീഴടങ്ങലിനെയുമാണ്. സ്വഭാവത്തിൻ്റെ മറ്റേതൊരു വിഭാഗത്തെയും അള്ളാഹു ഇത്രയധികം ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ മതത്തോട് ഒട്ടും കൂറില്ലാത്ത ഒരു ഹിന്ദു വ്യക്തിയുമായി ഈ വിനീതൻ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ പരിശുദ്ധ മതത്തെ നിന്ദിക്കാൻ അദ്ദേഹം അതിരുകടന്ന വാക്കുകളാണ് ഉപയോഗിച്ചത്. മതപരമായ ആവേശം കാരണം ആ വ്യക്തിയോട് അവരോട് കടുപ്പത്തിൽ പെരുമാറുക എന്ന കൽപ്പന അനുസരിച്ച് ഞാൻ അല്പം കടുപ്പത്തിൽ മറുപടി നൽകി. അപ്പോൾ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടും അങ്ങനെ പരുഷമായി പെരുമാറിയപ്പോൾ എനിക്ക് ദൈവബോധനം ഉണ്ടായി. നിന്റെ വാക്കുകളിൽ പരിശുദ്ധതയുണ്ട്, സൗമ്യതയാണ് വേണ്ടത്. ഞാൻ അയാൾക്ക് മറുപടി നൽകിയിരുന്നുവെങ്കിലും അപ്പോൾ അള്ളാഹു എന്നോട് പറഞ്ഞു, നീ സൗമ്യത കാണിക്കുക. നമ്മൾ നീതിയോടെ ചിന്തിച്ചാൽ നമ്മളോ നമ്മുടെ അറിവോ എത്ര നിസ്സാരമാണ്. ഒരു സമുദ്രത്തിൽ ഒരു കുരുവി വന്ന് തൻ്റെ കൊക്ക് മുക്കിയാൽ വെള്ളം കുടിച്ചാൽ ആ സമുദ്രത്തിലെ വെള്ളം കുറയുമോ? തീർച്ചയായും കുറയില്ല. അതേപോലെ നമ്മൾ യഥാർത്ഥത്തിൽ വിനയാന്വിതരായിത്തീർന്നാൽ വിനയത്തോടെ തന്നെ തുടരുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ നാഥന് അഹങ്കാരവും ഗർവവും ഒട്ടും ഇഷ്ടമല്ലാത്തപ്പോൾ നമ്മൾ എന്തിനു അഹങ്കരിക്കണം? അള്ളാഹുവിനെ കോപിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഉന്നത പദവിയേക്കാൾ ഭേദം അവൻ്റെ അതൃപ്തിക്ക് കാരണമാകാത്ത തരത്തിലുള്ള അപമാനമാണ്. അള്ളാഹുവിനെ പിണക്കുന്നതിനേക്കാൾ
നല്ലത് നമുക്ക് അപമാനം നേരിടേണ്ടി വരുന്നതാണ്. അവിടുത്തെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും വിനയം പ്രകടമായിരുന്നു. ദൈവപ്രീതി നേടുക, അവൻ്റെ സന്ദേശം ലോകത്തിലെത്തിക്കുക, അവൻ്റെ ഏകത്വം സ്ഥാപിക്കുക എന്നതായിരുന്നു അവിടുത്തെ ഏക ലക്ഷ്യം. വിനയം കൈക്കൊള്ളുക, അതിലാണ് നിങ്ങളുടെ നന്മയുള്ളത് എന്ന് അവിടുന്ന് നമ്മെയും ആവർത്തിച്ചുപദേശിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുകയുള്ളൂ. വിനയത്തിൻ്റെ പാതകൾ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.